പ്ലീസ് വെൽക്കം ടു വി സ്കൂൾ. ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനുകൾ, ഇവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 100% ഉറപ്പു തരാൻ കഴിയുന്ന ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ, അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സോ അങ്ങനെയെങ്കിൽ ആദ്യ ചോദ്യം ഇതാണ്. ഷീ ഡാഷ് ഗോ ടു ജിം എവറി മോർണിംഗ് ബിക്കോസ് ഷീ നീഡഡ് ഫിസിക്കൽ സ്ട്രെങ്ത്. ചോദ്യം ഒന്നുകൂടി പറയാം. ഷീ ഡാഷ് ഗോ ടു ജിം എവറി മോർണിംഗ് ബിക്കോസ് ഷീ നീഡഡ് ഫിസിക്കൽ സ്ട്രെങ്ത്. ഈ ഒരു ചോദ്യം കിട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് പോകേണ്ടത് നോക്കാം. 4 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. would rather, used to, had to, is about to. ഇതിൽ ഏതാണ് മാച്ചിങ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഷീ ഡാഷ് ഗോ ടു ജിം എവറി മോർണിംഗ്. എല്ലാ പ്രഭാതത്തിലും എല്ലാ ദിവസവും രാവിലെ അവൾ ജിംനേഷ്യത്തിലേക്ക് പോകുന്നു എന്നാണോ, പോകുമായിരുന്നു എന്നാണോ, പോകേണ്ടതുണ്ടായിരുന്നു എന്നാണോ, പതിവായി പോകുമായിരുന്നു എന്നാണോ ഇവിടെ വരേണ്ടത്? ബാക്കി കൂടെ വായിക്കാം. ബിക്കോസ് അങ്ങനെ പോകേണ്ടതിന്റെ കാരണം പറയാണ്. ഷീ, ഹി അല്ല ഇവിടെ, ഷീ ആണ്. ഷീ നീഡഡ് ഫിസിക്കൽ സ്ട്രെങ്ത്. അവൾക്ക് എന്ത് ആവശ്യമായിരുന്നു? ഫിസിക്കൽ സ്ട്രെങ്ത്. എന്താണ് ഫിസിക്കൽ സ്ട്രെങ്ത്? അല്ലെ, കായികപരമായ ബലം, ശക്തി, അല്ലെ, ഉണർവ്, തേജസ് അല്ലെങ്കിൽ ഉന്മേഷം, ഇത് അവൾക്ക് വേണ്ടതുണ്ടായിരുന്നു, വേണമായിരുന്നു. അവൾ അങ്ങനെ ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടത് കൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് ജിംനേഷ്യത്തിൽ പോകണം, അല്ലെ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ജിംനേഷ്യത്തിൽ പോകുന്നത് ഫിസിക്കൽ സ്ട്രെങ്ത്, ഇവിടെ സ്റ്റാമിന ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന അവൾ നീഡഡ് എന്നാണ്. ഷീ നീഡഡ്, അവൾ ആഗ്രഹിച്ചു, അവൾ ആവശ്യപ്പെട്ടു. എന്താണ്? ഫിസിക്കൽ സ്ട്രെങ്ത്. അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ കാര്യമാണ്, കഴിഞ്ഞു പോയ കാലമാണ്. സോ അതിന് മുമ്പിലുള്ള വാചകം നോക്കിയേ. എല്ലാ ദിവസവും രാവിലെ അവൾ അങ്ങനെ ജിമ്മിൽ പോകുമായിരുന്നു, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വുഡ് റാദർ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. വുഡ് റാദർ ഉപയോഗിക്കുന്ന ഒരു വാചകത്തിൽ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വേർഡ് ദാൻ വരണം. പ്രിഫറൻസ് കാണിക്കാനാണ് വുഡ് റാദർ യൂസ് ചെയ്യുക. എന്തിനാണ് വുഡ് റാദർ യൂസ് ചെയ്യുക? പ്രിഫറൻസ് കാണിക്കാൻ. 2 കാര്യങ്ങൾ തമ്മിലുള്ള പ്രിഫറൻസ് കാണിക്കാനാണ് വുഡ് റാദർ യൂസ് ചെയ്യുക. യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ കാലത്തെ ശീലങ്ങളാണ്. കഴിഞ്ഞുപോയ കാലത്ത് സ്ട്രിക്റ്റ് ആയിട്ട്, നിർബന്ധിതമായിട്ട്, കർക്കശമായിട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയേണ്ടി വരുമ്പോൾ സോ ഹാഡ് ടു ഉപയോഗിക്കാം. ഈസ് അബൌട്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ ഒരു ശീലവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന വാക്ക് തന്നെയാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകൾ ഇവിടെയുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. നമുക്ക് തോന്നും അവിടെ യൂസ്ഡ് ടു ആണോ ഹാഡ് ടു ആണോ. അപ്പോ ഒന്നുകൂടി ആ മീനിങ് പറയാം. കഴിഞ്ഞുപോയ കാലത്ത് സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുമ്പോൾ സോ ഹാഡ് ടു പ്ലേസ് ചെയ്യാം. ദ സെയിം ടൈം യൂസ്ഡ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലത്ത് നമുക്കുണ്ടായിരുന്ന ശീലമാണ്. അപ്പോൾ ഇവൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് വേണമെന്ന് പറയുന്നത് കൊണ്ടാണ് അവൾ ജിമ്മിൽ പോയത്. അപ്പോൾ അതൊരു ശീലമല്ല, അതങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഫിസിക്കൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ ആപ്റ്റായി വരേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാഡ് ടു ആണ്. അപ്പൊ എന്താണ് യൂസ്ഡ് ടു ഹാഡ് ടു തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? എന്താ വ്യത്യാസം? കഴിഞ്ഞുപോയ കാലത്തെ ശീലങ്ങളാണെങ്കിൽ യൂസ്ഡ് ടു. കഴിഞ്ഞുപോയ കാലത്തെ നമ്മൾ നിർബന്ധപൂർവം അല്ലെങ്കിൽ കർക്കശമായി ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയേണ്ടി വരുമ്പോഴാണ് ഹാഡ് ടു ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ ആപ്റ്റായി വന്നിരിക്കുന്ന ആൻസർ എന്താണ്? ഹാഡ് ടു ആണ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ഡാഷ് ടേക്ക് ആൻ അംബ്രല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അല്ലേ? നോക്കൂ. സോ വി ഹാവ് 2 sentences here. The first one, you dash take an umbrella. നിങ്ങളൊരു അംബ്രല്ല, നിങ്ങൾ കുട എടുക്കണം, അല്ലെ എന്നർത്ഥമാണ്. രണ്ടാമത് പറയുന്നു ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. തോന്നുന്നു മഴ പെയ്യാൻ തുടങ്ങുകയാണ്, മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നിപ്പിക്കുന്നു. നമ്മൾ തന്നെ ചിലപ്പോൾ തോന്നില്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിന് മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, ആകാശമൊക്കെ മേഘാവൃതമായിരിക്കുകയാണ്, അതുകൊണ്ട് കൂടെ എടുത്തേക്കാം, അല്ലേ കൂടെ എടുക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അല്ലെങ്കിൽ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെടുത്തിയൊരു വാചകമാണ് ഇവിടെ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നന്നായിട്ട് പറയുവാനും എഴുതുവാനും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓപ്ഷനായി പോകാം. വുഡ് റാദർ, യൂസ്ഡ് ടു, ഹാഡ് ബട്ടർ,
ആർ യൂസ്ഡ് ടു. ഇതിലേതാണ് ആപ്റ്റ്? ഞാൻ ആദ്യ ക്വസ്റ്റ്യനിൽ പറഞ്ഞു വുഡ് റാദർ ഉപയോഗിക്കുമ്പോൾ ആ വുഡ് റാദർ പ്ലേസ് ചെയ്യുന്ന വാചകത്തിൽ ദാൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരിക്കും. ഇവിടെ അതുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ രണ്ട് വ്യത്യസ്തമായ വാചകങ്ങളാണ്, ഒപ്പം അത് പരസ്പര ബന്ധവുമാണ്. പക്ഷേ അവിടെ ദാൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല, ഒരു പ്രിഫറൻസ് കാണിക്കുന്നതുമില്ല. സെക്കൻഡ് പോയിന്റ്, യൂസ്ഡ് ടു. യൂസ്ഡ് ടുവിനെ പറ്റി പറഞ്ഞു, കഴിഞ്ഞു പോയ കാലത്തെ ശീലമാണ്. അങ്ങനെയെങ്കിൽ പാസ്റ്റുമായി ബന്ധപ്പെട്ട, കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട ഒരു ടൈം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സൂചനകളുമില്ല അവിടെ. മൂന്നാമത്തെ പോയിന്റ്, ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ മീനിങ് നീ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്, നീ അവിടെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്ന ഒരു പ്രിക്കോഷൻ തലത്തിൽ, ഒരു വാർണിംഗ് തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്ററിനെ പറ്റി പറഞ്ഞാൽ, ഹാഡ് ബെറ്ററിനെ പറ്റി ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്രസ് എന്താണ്? പ്രിക്വേഷൻ, വാർണിംഗ്, ലൈക്ക് ദാറ്റ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അവിടെ പോകുന്നതാണ് നല്ലത്, അത് പറയുന്നതാണ് നല്ലത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലതെന്നോ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയാൻ ഹാഡ് ബെറ്ററും ഹാഡ് ബെറ്റർ നോട്ട് ഉപയോഗിക്കാം. അപ്പൊ ഹാഡ് ബെറ്റർ ഉപയോഗിച്ചാൽ അത് ചെയ്യുന്നതാണ് നല്ലത്, ഹാഡ് ബെറ്റർ നോട്ട് ഉപയോഗിച്ചാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും അതിനകത്ത് നമ്മളൊരു അഡ്വൈസ് ഫോമിൽ, ഒരു പ്രിക്കോഷൻ തലത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാഡ് ബെറ്റർ. അടുത്ത ആർ യൂസ്ഡ് ടു. ആർ യൂസ്ഡ് ടു നമുക്ക് ഉപയോഗിക്കുന്നത് സുപരിചിതമായ കാര്യങ്ങൾ പറയുമ്പോൾ, സുപരിചിതമായ ശീലങ്ങൾ പറയുമ്പോൾ, എല്ലാ ദിവസവും നടക്കുന്ന കാര്യം, എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കുന്ന കാര്യം, എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ആർ യൂസ്ഡ് ടു പറയുന്നത്. ആർ യൂസ്ഡ് ടു മാത്രമല്ല കേട്ടോ, ആം യൂസ്ഡ് ടു, ഈസ് യൂസ്ഡ് ടു, ആർ യൂസ്ഡ് ടു. ഇത് കഴിഞ്ഞാൽ, ഈ 3 പോയിന്റ് കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് അല്ലേ, ഇത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വേർബിന്റെ ING ആയിരിക്കും പറയുക. അപ്പൊ അവിടെ അങ്ങനെ ഒരു സൂചനയില്ല. ഒന്നാമത്തെ വാക്യത്തില് നമുക്ക് വുഡ് റാദറുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല, യൂസ്ഡ് ടു പറയാൻ പറ്റില്ല, ആർ യൂസ്ഡും പറയില്ല. പറയാൻ പറ്റുന്നത് ഹാഡ് ബെറ്റർ ആണ്. അപ്പൊ എന്താ പോയിന്റ്? നിങ്ങൾ കുട എടുക്കുന്നതാണ് നല്ലത്. കാരണം ആകാശം മേഘാവൃതമാണ്, മഴ പെയ്യാൻ തുടങ്ങുന്നു, അതുകൊണ്ട് കുട എടുക്കുന്നതാണ് നല്ലത്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ശരിയല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? ആൻസർ ഹാഡ് ബെറ്റർ. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഇനി ഒരു പോയിന്റ് പറയട്ടെ. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോമേ പറയാൻ പാടുള്ളൂ. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ, ആഫ്റ്റർ ഹാഡ് ബെറ്റർ, സോ വി മസ്റ്റ് യൂസ് ദി ഫസ്റ്റ് ഫോം ഓഫ് ദി verb. എന്ത് ഉപയോഗിക്കണം? വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. ദാറ്റ്സ് എ പോയിന്റ്. So we have completed 2 questions. The next one, they dash leave when the phone rang. No. So we have 2 sentences. The 2 sentences are connected by a connecting word called when. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു ചോദ്യപദമാണ് when. When, what, how, who, where. ഇതൊക്കെ ചോദ്യപദങ്ങളായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നതെങ്കിൽ, മറിച്ച് ഈ വെൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചോദ്യപദങ്ങൾ ആർ യൂസ്ഡ് ആസ് എ എന്തായിട്ടാണ്? കണക്റ്റിംഗ് വേർഡ്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ കണക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് ചോദ്യപദങ്ങൾ ഉപയോഗിക്കാം. സാധാരണ വെൻ പറയുമ്പോൾ വെൻ ഒരു ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയും, ടൈം ഒരു സമയവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. നേരെമറിച്ച് സ്ഥലമാണെങ്കിൽ അവിടെ വെയർ യൂസ് ചെയ്യാം. നമുക്ക് ചോദ്യം നോക്കാം. ദേ ഡാഷ് ലീവ് എപ്പോഴാണ്? വെൻ ദ ഫോൺ റാങ്. ഫോണിൽ അല്ലെ ഫോൺ ചെയ്തപ്പോൾ, ബെല്ലടിച്ചപ്പോൾ, റിങ് ചെയ്തപ്പോൾ. റിങ്ങിന്റെ പാസ്റ്റ് ആണ് റാങ്. അപ്പൊ ഈ വാചകം പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാലവുമായി ബന്ധപ്പെടുത്തി പറയുന്ന വാചകമാണിത് അല്ലെ. when the phone rang, ഫോണിൽ ബെല്ലടിച്ചപ്പോൾ. they dash leave. അപ്പോൾ ലീവിന് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വരണം. ലീവിനർത്ഥം പുറപ്പെടുക എന്നാണ്. പുറപ്പെടാൻ പോവുകയാണെന്നോ പുറപ്പെടേണ്ടുണ്ടായിരുന്നെന്നാണോ എന്താണ് നമുക്ക് അറിയണമെങ്കിൽ ഓപ്ഷൻ കണ്ടേ പറ്റൂ. ഓപ്ഷൻ ഉണ്ട്. യൂസ്ഡ് ടു, are about to, were about to, would rather. കണ്ടോ? അതായത് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു, അങ്ങനെ നമ്മൾ തുടങ്ങുകയായിരുന്നു, അല്ലെ ആരംഭിക്കാൻ പോവുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് about to. about to. ആ aboutന് മുന്നിൽ സോ വാസും അതുപോലെ വേറും വന്നാൽ അതൊരു പാസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയ കാലത്തെ അവര് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു, പുറപ്പെടാൻ തുടങ്ങുകയാണെന്ന് പറയണമെങ്കിൽ, അങ്ങനെ തുടങ്ങുകയാണ് എന്ന് പറയണമെങ്കിൽ ആം about to, is about to, are about to അല്ലേ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂസ്ഡ് ടു പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞു പോയ കാലത്തെ ശീലങ്ങളൊന്നുമല്ല ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആപ്റ്റില്ല. പിന്നെ നമുക്ക് വുഡ് റാദറും പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞു
റാദർ ദാൻ അല്ലെ, വുഡ് റാദർ ദാൻ ഇല്ല, അപ്പോൾ ഇതും നമുക്ക് പറ്റില്ല. അപ്പോൾ എയും ഡിയും നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് ബിയും സിയുമാണ്. അവിടെ ബിയും സിയും ആപ്റ്റ് ആണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഈ റാങ്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ആയതുകൊണ്ട് അതിന് ഏറ്റവും മാച്ചിങ് ആയത് എന്താണ്? സി ആണ്. പക്ഷെ അവിടെ നേരെ മറിച്ച് റാങ്കിന്റെ സ്ഥാനത്ത് റിംഗ് എന്നായിരുന്നെങ്കിൽ അവിടെ ബി ഓപ്ഷനായ ആർ അബൌട്ട് വരുമായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സോ വെയർ അബൌട്ട് മീനിങ് അവർ പുറപ്പെടാൻ തുടങ്ങുന്നു. എപ്പോഴാണ്? ഫോൺ റിംഗ് ചെയ്തപ്പോൾ. അപ്പോൾ അവർ പുറപ്പെടാൻ തുടങ്ങുന്നു എപ്പോഴാ? ഫോൺ റിംഗ് ചെയ്തപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞു പോയ കാലം. ഇപ്പൊ ഈ രണ്ട് വാചകവും സോ ദേ ലീവ് എന്ന് പറയുന്ന ഇവിടെയും ഈ രണ്ട് വാചകവും എന്താണ്? പാസ്റ്റ് ആണ്. ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ആണ് വെൻ. പിടി കിട്ടിയോ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് നോട്ട് speaking in public. He gets nervous. He gets nervous means ചില ആളുകളുണ്ട്, അവർക്ക് ഒരുപാട് ആളുകൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നെർവസ് ആവും. സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടില്ല, പറയുന്ന സെന്റൻസുകൾ തിരിഞ്ഞു പോകും അല്ലെ, ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നൊക്കെ പറയും. നെർവസ് ആവും. ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും അവരുടെ മനസ്സിൽ, പക്ഷേ പറയുവാൻ സാധ്യമല്ലാതിരിക്കുന്നൊരു സമയം. സോ they get nervous. അതാണ് ഈ വാചകം. ഇനി നോക്ക്, ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് പബ്ലിക്. ഇനി അവിടെ ഈ നോട്ട് കഴിഞ്ഞ്, അതായത് പബ്ലിക്കിന് മുമ്പിൽ സംസാരിക്കുന്നില്ല എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും വരേണ്ടത്? യൂസ്ഡ് ടു ആണോ, വുഡ് റാദർ ആണോ, ഹാഡ് ബെറ്റർ ആണോ, ബി അബൌട്ട് ടു ആണോ? നോക്കൂ, ഏതാണ് അവിടെ വരേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അവിടെ വുഡ് റാദർ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ദാൻ പറഞ്ഞു, ഇവിടെ എങ്ങും ദാൻ വന്നിട്ടില്ല. അപ്പോൾ ഇത് ആപ്റ്റ് അല്ല. ഹാഡ് ബെറ്റർ അർത്ഥം നീ അത് ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 ഫോം വരണം. ഡാഷ് V1 ഫോം അല്ല, ING ഫോം ആണ്. അപ്പൊ അതും പറ്റില്ല. ബി അബൌട്ട് ടു പറ്റുമോ? ഇല്ല. ശേഷം നമുക്ക് V1 പറയണം, അതും പറ്റില്ല. അപ്പൊ പറ്റുന്ന ഏതേ ഉള്ളൂ? യൂസ്ഡ് ടു. അപ്പോൾ പോയിന്റ് പറയാം. നോക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞ് ആമോ, ഈസോ, ആറോ കഴിഞ്ഞ് യൂസ്ഡ് ടു വന്നാൽ പിന്നീട് വെർബിന്റെ ING എന്താണ്? ആം, ഈസ്, ആറ് കഴിഞ്ഞ് യൂസ്ഡ് ടു വന്നാൽ അതിന് ശേഷം പറയേണ്ട ഓ ഫോം എന്ന് പറയുന്നത് വേർബിന്റെ ING. മറക്കരുത്, ഏതാണ്? വേർബിന്റെ ING. അങ്ങനെയെങ്കിൽ ഹി ഈസ് നോട്ട് യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇൻ പബ്ലിക്. അവൻ പൊതുവെ എന്ത് ചെയ്യാറില്ല? പബ്ലിക്കിൽ സംസാരിക്കാറില്ല. അയാളുടെ ശീലം അങ്ങനെ, അയാൾ അങ്ങനെ സംസാരിക്കാറില്ല. ബിക്കോസ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹി ഗെറ്റ്സ് നെർവസ്. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയാലോ, സംസാരിക്കാൻ കയറിയാലോ അയാൾ എന്തായി മാറുന്നു? നെർവസ് ആയി മാറുന്നു. പൊതുവെ അങ്ങനെയാണ്. പൊതുവായ കാര്യങ്ങൾ, അതായത് പരിചിതമായ കാര്യമാണ്. അതുകൊണ്ട് ഹി ഗെറ്റ്സ് നെർവസ്. ഇങ്ങനെ സുപരിചിതമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് പ്രസന്റ് ടെൻസിലാണ് പറയുക. പ്രസന്റ് മീൻസ് സിമ്പിൾ പ്രസന്റിലേ പറയാറുള്ളൂ. നമ്മൾ ശീലങ്ങൾ എന്തിലേ പറയാറുള്ളൂ? സിമ്പിൾ പ്രസന്റ്. അതുകൊണ്ട് ഹി ഗെറ്റ്സ് നെർവസ് എന്ന് പറഞ്ഞ വാചകം ഇവിടെ ആപ്റ്റ് ആണ്. അതിന് മുമ്പിൽ വരുന്ന വാചകത്തിൽ യൂസ്ഡ് ടു എന്നത് മാത്രമല്ല, ആ യൂസ്ഡിന് മുന്നിൽ ആമോ, യൂസോ, ആറോ പ്ലേസ് ചെയ്യുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് സുപരിചിതമായ ശീലമാണ്. സുപരിചിതമായ ശീലം പറഞ്ഞ് ആമോ, യൂസോ, ആറോ കഴിഞ്ഞാണ് യൂസ്ഡ് ടു വരുന്നെങ്കിൽ പിന്നീട് വെർബിന്റെ ING ആണ്. എന്നാൽ ഈ യൂസ്ഡ് മുന്നിൽ യൂസ്ഡ് ടു എന്ന് പറയുന്ന ഈ ഫോമിന് മുമ്പിൽ സോ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നീട് V1 ഫോം മാത്രം പറയണം. എന്ത് പറയണം? V1 ഫോം. അപ്പോ യൂസ്ഡ് ടു ഉപയോഗിക്കുന്ന രീതി മനസ്സിലായോ? മുൻപിൽ ഓക്സിലറീസ് ആയ ആമോ, യൂസോ, ആറോ അല്ലെങ്കിൽ വോസും നേരം വരാം. അങ്ങനെ വന്നാൽ പിന്നീട് ING ഫോം. ഇതൊന്നുമില്ല, യൂസ്ഡ് ടു തനിച്ചേ ഉള്ളൂ എങ്കിൽ പിന്നീട് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഹാവ് യു ഗോട്ട് ഇറ്റ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്താണ്? യൂസ്ഡ് ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. She does live in the countryside, but now she lives in the city. പക്ഷേ now she lives in the city. ഇപ്പോൾ അവൾ താമസിക്കുന്നത് സിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ countryside. Countryside means നാട്ടിൻപുറം. സോ അവിടെ വരേണ്ട ഓപ്ഷൻ would rather, used to, had better, is about to. would rather വേണമെങ്കിൽ than വരണം. അപ്പോൾ ഇത് ആപ്റ്റ് അല്ല. used to വരാം അല്ലെ, ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം. ഈസ് എബൌട്ട് ഉപയോഗിച്ചാൽ അതൊരു സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു പോയിന്റ് ആണ്. തുടങ്ങാൻ പോകുന്ന എന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഹാഡ് ബെറ്റർ ഉപയോഗിച്ചാൽ അത് ചെയ്യുന്നതാണ് നല്ലതെന്ന മീനിങ് ആണ്. ഇവിടെ അങ്ങനെയാണോ പോയിന്റ്? ഇപ്പോൾ അവൾ താമസിക്കുന്നത് നഗരത്തിലാണ്, സിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അവൾ പതിവായിട്ട് നാട്ടിൻപുറത്താണ് താമസിച്ചത് എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്താണ്? യൂസ്ഡ് ടു ആണ്. അപ്പൊ കഴിഞ്ഞു പോയ കാലത്തെ ശീലങ്ങൾ പറയാൻ, അങ്ങനെ പറയുമ്പോൾ ആ ശീലങ്ങൾ ഇന്ന് നമുക്കില്ല.
നമ്മുടെ കുട്ടിക്കാലത്തെ നമുക്ക് എന്തൊക്കെ ശീലങ്ങൾ ഉണ്ടായിരുന്നു, അതിലെത്രമാത്രം ശീലങ്ങൾ നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പോയിന്റ്? കഴിഞ്ഞു പോയ കാലത്ത് നമുക്കുണ്ടായിരുന്ന പതിവ് ശീലങ്ങൾ പറയാനാണ് യൂസ്ഡ് ടു. എന്നാൽ ആ ശീലങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഈ ടൈമിൽ നമുക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കഴിഞ്ഞു പോയ കാലത്തിൽ നമുക്കുണ്ടായിരുന്ന ശീലങ്ങൾ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? യൂസ്ഡ് ടു. സോ റൈറ്റ് ആൻസർ യൂസ്ഡ് ടു. ഓക്കെ ഡിയസ്, ഇതുവരെ നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതാൻ പോകുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം മുൻകാല ചോദ്യപേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ക്ലാസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു പോയിന്റ്, നമ്മുടെ ബിസ്കൂളിന്റെ പ്രീമിയം കോഴ്സ് ഉണ്ട്. അതായത് ഇംഗ്ലീഷിന്റെ A to Z ടോപ്പിക്കുകൾ, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ എല്ലാ ഏരിയകൾ, വൊക്കാബുലറി ഏരിയകൾ, ഇവയെല്ലാം ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം കോഴ്സ് ഉണ്ട്. വെറും 499 രൂപ മാത്രമാണ് ആ കോഴ്സിന് വരുന്നത്. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ നിർണായകമാകാൻ പറ്റുന്ന പല ചോദ്യങ്ങളും അതുപോലെ ഗ്രാമർ ഏരിയകളെല്ലാം തന്നെ അടുക്കും ചുറ്റടും കൂടിയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ നിർണായകമായി മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് കരസ്ഥമാക്കണം നിങ്ങളൊരു ജോലി. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.